ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ കർത്താവ് തന്ന കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പം സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഈ ദൈവശബ്ദം കേൾക്കുന്ന ഏവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 27 അധ്യായം അതിൻ്റെ 23 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രതികൂലമായ പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോകുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ ആഴക്കടലിൽ രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണമുള്ള വലിയ പോരാട്ടവും തിരമാലകളും കൂരിരുട്ടും അതിൻ്റെ അസ്വസ്ഥതകളുമൊക്കെ താൻ സഞ്ചരിക്കുന്ന കപ്പലിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ രക്ഷപ്പെട്ടു പോകും, അല്ലെങ്കിൽ രക്ഷപ്പെടും, ഈ പ്രശ്നത്തിൽ നിന്ന് താൻ രക്ഷപ്പെടും എന്നുള്ള ചിന്ത, ആശ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ സമയത്ത് ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ വളരെ പ്രാർത്ഥിക്കുകയും കരയുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത പ്രകാരം അവർ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല, ഇനി മറുകര കാണുകയില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പോടെ ഇരിക്കുന്ന സമയത്ത് പൗലോസ് എന്ന ദൈവത്തിൻ്റെ അത്ഭുത മനുഷ്യൻ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പറയുന്ന വാക്കാണ്: ഞാൻ സേവിച്ചു വരുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എൻ്റെ പ്രിയരെ, ഈ വാക്യത്തിനകത്ത് നിന്നും നാം ചിന്തിക്കുന്നത്, രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ചിലപ്പോൾ ഈ പ്രശ്നത്തിൽ ഞാൻ തകർന്നു പോകും, ഞാൻ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു മറുപടിയും ഇല്ല എന്ന് ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ചിലപ്പോൾ രോഗമായിരിക്കും. ചില രോഗങ്ങൾ നമ്മുടെ ആശയും പ്രത്യാശയൊക്കെ നശിപ്പിച്ച് കളയും, അല്ലേ? നമ്മൾ വിചാരിക്കും ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ഏതെങ്കിലും ശത്രുഭീതികൾ നമ്മളെ വല്ലാതെ അലട്ടുമ്പോൾ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നില്ല. കടഭാരവും ഞെരുക്കവും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഇനി ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരും എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. സ്നേഹിതരും പ്രിയപ്പെട്ടവരെല്ലാം കൈവിടുമ്പോൾ, നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോകുമ്പോൾ എങ്ങനെ ഞാൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറും? ഞാൻ ചിന്തിക്കുന്നത്, ഒരുപാട് പേർ ഇങ്ങനെ കടന്നുപോയാൽ ഓരോ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നവരാണ് എല്ലാവരും തന്നെ. എന്നാൽ ഒരു ദൈവ പൈതലിന് ഇതിൻ്റെ നടുവിൽ എന്താണ് പ്രഖ്യാപിക്കാനുള്ളത്? ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ എനിക്കെന്താണ് പറയാനുള്ളത്? ഒരു ദൈവത്തിൻ്റെ പൈതൽ എന്താണ് പ്രതികരിക്കുന്നത്? ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, 14 രാത്രികൾ കടലിൻ്റെ നടുവിൽ വിടുതലില്ലാതെ അലഞ്ഞും ഭാരത്തോടെയും ഇരിക്കുമ്പോൾ, തൻ്റെ ആശയൊക്കെ നശിച്ചു പോകുമെന്ന് നിലവിളിച്ചുകൊണ്ട് അനേക ആളുകൾ ആ പടകിനകത്ത്, ആ കപ്പലിനകത്ത് നിലവിട്ട് കരയുമ്പോൾ, അവരുടെ നടുവിൽ അവർ പറയുന്നത് പോലെയല്ല, വ്യത്യാസമായ ഒരു ചിന്ത പറയുവാൻ അപ്പോസ്തലന് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ അറിയാത്തവർ പ്രശ്നത്തിന് നടുവിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞ് കരയും, നിലവിളിക്കും. എന്നാൽ ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലിന് ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്താണ് പറയാനുള്ളത്? അത് അവർ പറയുന്നത് പോലെ അല്ല, അവർ ചിന്തിക്കുന്നത് പോലെയും അല്ല. മറിച്ച് ദൈവത്തിൽ വിശ്വാസത്തോടെ പ്രത്യാശയുടെ വാക്കു പറയാനാണ് ഒരു ദൈവ പൈതൽ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്.
നിരാശ പറയുന്നവരുടെ കൂടെ ചേർന്ന് നിരാശ പറയാനല്ല, ഭയത്തിൻ്റെ വാക്കു പറയുന്നവരുടെ കൂടെ ചേർന്ന് ഭയത്തിൻ്റെ വാക്കു പറയാനല്ല, നഷ്ടങ്ങളും കഷ്ടങ്ങളും പറയുന്നവരുടെ കൂടെ നിന്ന് ആ വാക്കു പറയാനല്ല, രോഗത്താൽ നശിച്ചു പോകും എന്ന് പറയുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് ആ വാക്കു പറയാനല്ല അപ്പോസ്തലൻ ശ്രമിച്ചത്. താൻ സേവിച്ചു വരുന്ന ദൈവം ആരാണെന്നും ആ ദൈവത്തിൻ്റെ ദൂതൻ ഈ പ്രതിസന്ധിയിൽ എൻ്റെ അടുക്കൽ എങ്ങനെ നിന്നു എന്നും ഈ പ്രശ്നത്തിലുള്ള ദൈവാലോചന എന്താണെന്നും താൻ അവരുടെ നടുവിൽ പ്രസ്താവിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ സേവിച്ചു വരുന്നവനായ എൻ്റെ ദൈവം, ആമേൻ, എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കടലടിച്ചാലും തിരമാല പൊങ്ങിയാലും പ്രതീക്ഷകളുടെ അവസാനത്തെ തീരവും നഷ്ടപ്പെടുമെന്ന് തോന്നിയുമ്പോഴും കരുതുന്ന കരങ്ങൾ പിൻവലിച്ചു പോകുമ്പോഴും ഒരു ദൈവ പൈതൽ പറയും, എൻ്റെ ദൈവം, എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ, അവൻ എൻ്റെ അടുക്കൽ വരും. അതേ പ്രിയരെ, ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഏതെങ്കിലുമൊക്കെ മനോഭാരത്തിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? അനേകർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? അനേകർ നിങ്ങളൊരു പരാജയമാണെന്ന് സമ്മതിച്ച് നിങ്ങളെ കൈവിട്ടു പോയിട്ടുണ്ടോ? ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാം. നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങളെ കൈവിടില്ല. അവൻ നിങ്ങളുടെ അടുക്കൽ വരും. അതെ, അനേകർ അകലുമ്പോൾ അകന്നു നിൽക്കുന്നവൻ നസ്രായൻ നിന്റെ അടുക്കൽ വരും. അവൻ നിന്റെ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകും. നിന്റെ സ്വപ്നങ്ങൾക്ക് അവൻ ജീവൻ നൽകും. തകർന്നുപോയ, നഷ്ടപ്പെട്ടുപോയ പ്രതീക്ഷകളെ ശക്തിയോടുകൂടെ അടുത്ത തലങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് മനോഭാരത്തോടെ ഈ ദൈവശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. ഈ സന്ദേശം നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. അതെ, കൈവിടുന്നവനെയല്ല, കൂടെ നിൽക്കുന്നവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. മറന്നു കളയുന്നവനല്ല, എന്നെ നിങ്ങളെയും ഓർക്കുന്നവനെയാണ് നാം സേവിക്കുന്നത്. തള്ളിക്കളയുന്നവനെയല്ല, എന്നെ നിങ്ങളെയും ചേർത്തു പിടിക്കുന്നവനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ മാത്രമല്ല, നാളെയെക്കുറിച്ചുള്ള എൻ്റെ ആകുലതകൾ നീക്കുവാനും എന്നെയും എൻ്റെ തലമുറകളെയും എൻ്റെ കുടുംബത്തെയും മറുകര എത്തിക്കുവാനും പ്രാപ്തിയുള്ളവനാണ് നീ സേവിച്ചു വരുന്ന ദൈവം. അവൻ നിന്നെ തള്ളിക്കളയില്ല. അതെ, പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീര് കണ്ട അനേകർ ആശ്ചര്യത്തോടെ അവളെ നോക്കി പരിതപിച്ചേക്കാം. പട്ടണവാതിക്കൽ നിൽക്കുന്ന യേശുവിൻ്റെ കണ്ണവളെ കണ്ടവൻ്റെ മനസ്സലിഞ്ഞെന്നാണ്. എൻ്റെ പ്രിയരെ, പ്രതിസന്ധിയുടെ നടുവിൽ കണ്ണുനീരോടെ നിൽക്കുന്ന നിന്നെ കണ്ട് മനസ്സലിയാൻ ലോകത്തിന്, നേതാക്കന്മാർക്ക്, പ്രഭുക്കന്മാർക്ക് കഴിയുന്നില്ലെങ്കിലും നാം സേവിച്ചു വരുന്ന ദൈവത്തിന് കഴിയും. അവൻ മനസ്സലിഞ്ഞു, ശവമഞ്ചം തൊട്ടു. മരിച്ചുപോയവൻ ജീവൻ പ്രാപിച്ച് തിരികെ വന്നു. അതെ, ചില നഷ്ടങ്ങൾ തിരികെ വരും. ചില കഷ്ടങ്ങളിൽ അവൻ നിന്നെ കരം പിടിച്ച് നടത്തും. ചില പ്രതികൂലങ്ങൾ നിന്നെ വിട്ട് മാറും. ചില പ്രതിസന്ധികൾ നിന്നെ വിട്ട് ഓടിപ്പോകും. കാരണം നീ ആരെ സേവിക്കുന്നു, നീ ആരെ മഹത്വപ്പെടുത്തുന്നു എന്ന് അവനറിയാം. അവനെൻ്റെ ഉപനിധി. ആ ദിവസം വരെ നിന്നെ സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ്, അവൻ വല്ലഭനാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? നിങ്ങൾക്ക് സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവമഹത്വം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ശദ്രക്ക്, മേശയ്ക്ക്, അബേദ്നെഗോ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ സേവിക്കുന്ന ദൈവം, രാജാവേ, നീ നിന്റെ തന്ത്രങ്ങളിൽ നിന്നും നീ ഒരുക്കി വെച്ച തീക്കകത്ത് നിന്നും ഞങ്ങളെ വിടുവിക്കും. ഞങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ, എൻ്റെ പ്രശ്നത്തിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മനോഭാരത്തിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ രോഗക്കിടക്കയിൽ, എൻ്റെ കഷ്ടതയിൽ, ഞാൻ അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കത്തിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതെ, വിശ്വസിക്കുക. നിന്റെ പടക്, നിന്റെ കുടുംബം, നിന്റെ തലമുറകൾ ആഴക്കടലിൽ മുങ്ങി നഷ്ടപ്പെടുകയില്ല. അടുത്ത വാക്കിങ്ങനെ പറയുന്നു, പൗലോസെ, ഭയപ്പെടണ്ട. നീ കൈസറുടെ മുമ്പിൽ
നിൽക്കേണ്ടതാകുന്നു. അതെ, നീ ചില പ്രഭുക്കന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നീ ഉപ്പുവെള്ളത്തിൽ മുങ്ങിച്ചത്ത് തീർന്നു പോകുന്നവനല്ല. നിന്റെ ഭാവിയെക്കുറിച്ചും കരുതലുണ്ട്. ആ പ്രശ്നത്തിൽ നിന്നുള്ള വിടുതലുമുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ച് അവന് പ്രതീക്ഷയുമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ, ഈ ശബ്ദം നിങ്ങളുടെ ചെവികളിൽ എത്തുമ്പോൾ വിശ്വസിക്കുക, ഇപ്പോൾ നടന്നു പോകുന്ന വഴികളിൽ നിന്ന് നിന്നെ വിടിവിക്കാൻ അവന് കഴിയും. നിന്റെ ഭാവിക്ക് വേണ്ടി അവൻ കരുതുവാനും ശക്തനാണ്. അത് വിശ്വസിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പൗലോസ് പറഞ്ഞ പോലെ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ നിന്നു. അതെ, നിന്റെ അടുക്കൽ അവൻ്റെ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്ത് സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ. ആമേൻ.